കുശ്വാഹ സമൂഹത്തിന്റെ നിലപാട് ബീഹാറിലെ സീതാമണ്ഡി ലോക്സഭാ മണ്ഡലത്തിൽ നിർണായകമാകുമെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. 2014-ൽ ജെഡിയുവിനെയും ആർജെഡിയെയും പുറകിലാക്കി എൻഡിഎക്ക് വേണ്ടി ഉപേന്ദ്ര കുശ്വാഹയുടെ ആർഎൽഎസ്പി വിജയിച്ച മണ്ഡലത്തിൽ ഇത്തവണ മഹാഗഠബന്ധൻ സ്ഥാനാർത്ഥി ആർജെഡിയുടെ അജയ് റായ് ആണ്. പ്രാദേശിക വികസനവും ജാതി സമവാക്യങ്ങളും സീതാമണ്ഡിയെ ബാധിക്കും. മിഥിലാഞ്ചലിന്റെ ഭാഗമാണ് സീതാമഢി. പുരാണത്തിൽ മിഥിലയുടെ രാജാവായിരുന്ന ജനകന് കൃഷിയിടത്തിൽ നിന്ന് സീതയെ ലഭിച്ച സ്ഥലമാണ് സീതാമഢി എന്നാണ് വിശ്വാസം. പുരാണത്തിലായാലും ചരിത്രത്തിലായാലും കാർഷിക ജനതയാണ് സീതാമഢിയുടെ അടിത്തറ. 2009-ൽ ജെഡിയുവിൻ്റെ ഭാഗമായി സീതാമഢിയുടെ MP ആയിരുന്ന അജയ് റായ് 2014-ൽ 1 ലക്ഷം വോട്ട് തികച്ചു കിട്ടാതെ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ തവണ വിജയിച്ച ആർഎൽഎസ്പിയുടെ വോട്ടർ അടിത്തറയായ കുശ്വാഹ സമുദായത്തിന്റെ പിന്തുണയും 2ാം സ്ഥാനത്തെത്തിയ ആർജെഡിയുടെ ഉറച്ച വോട്ടുകളും പിന്തുണയാകുമെന്നാണ് അജയ് റായുടെ പ്രതീക്ഷ. यहाँ पर श्री नीतीश कुमार जी का एंटी इनकम्बेंसी, भारतीय जनता पार्टी के मोदी जी का एंटी इनकम्बेंसी है और हमारा महागठबंधन का ताकत. ആദ്യം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയെ മാറ്റിയാണ് സീതാമഢി MLAയും സംസ്ഥാന മന്ത്രിയുമായിരുന്ന BJP നേതാവ് സുനിൽകുമാർ പിന്റുവിന് JDU സീറ്റ് നൽകിയത്. നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന്റെ തലേ ദിവസം JDUവിൽ പിന്റു ഔദ്യോഗികമായി ചേർന്നു. लोगों के अंदर में एक पुनः नरेंद्र मोदी को प्रधानमंत्री बनाने का एक जुनून है, चाहे वो हमारे कोई भी गांव का व्यक्ति हो, चाहे वो महिला हो, उन सबको लग रहा है कि नहीं, नरेंद्र मोदी दोबारा आना चाहिए. എന്നാൽ പലവട്ടം സംസ്ഥാന സർക്കാരിന്റെ പാർട്ടിയെയും കേന്ദ്ര സർക്കാരിന്റെ പാർട്ടിയെയും പിന്തുണച്ചിട്ടും വികസനം തീരെ കടന്നു വരാത്ത സീതാമഢിയിൽ കാർഷിക പ്രശ്നങ്ങളും ജാതി സമവാക്യങ്ങളും തിരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമാകും. ബീഹാറിലെ മിക്ക അതിർത്തി മണ്ഡലങ്ങളിലും എന്ന പോലെ സീതാമഢിയിലും ഗ്രാമങ്ങൾ തന്നെയായിരിക്കും തീരുമാനങ്ങൾ എടുക്കുക. രുപാലിയിൽ നിന്നും ക്യാമറ പേഴ്സൺ ലിബിൻ സബാസിനൊപ്പം ശ്രീജിത്ത് ദിവാകരൻ, മീഡിയ 1 വേണ്ടി.